everyone, welcome to the world of English. It is me Iyasar from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ? എടാ നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പറൊക്കെ കിട്ടി, ആൻസർ പേപ്പറൊക്കെ കിട്ടി, എല്ലാ സബ്ജക്റ്റിൻ്റെ പേപ്പറുകളൊക്കെ കിട്ടി. ചിലപ്പോൾ പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടാവുക. എന്തായാലും നിങ്ങളുടെ മാർക്കെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ സബ്ജക്റ്റിലുള്ള. പക്ഷേ ഞാനിവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ നിങ്ങളുടെ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, സോ ഇനി പഠിച്ചാൽ ഇംഗ്ലീഷിൽ നമുക്ക് A+ നേടാൻ കഴിയോ എന്നുള്ളതിനെ കുറിച്ചാണ് സാർ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പല മക്കളും പറയാറുണ്ട്, സാർ എൻ്റെ ഗ്രാമർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സാർ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു സാർ, പക്ഷേ എക്സാമിന് എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പല മക്കളും എന്നോട് മെസ്സേജ് അയച്ചിട്ട് എന്നോട് വിളിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓണം എക്സാമിന് നമ്മൾ പഠിച്ചു, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. സോ സിസ്റ്റം മാറ്റി നമ്മൾ എന്ത് ചെയ്തു, ക്രിസ്മസ് എക്സാമിന് പഠിച്ചു, പക്ഷേ ഡിസ്കോഴ്സിൻ്റെ ഏരിയ ഒക്കെ പെർഫെക്റ്റ് ആണ്, നല്ല മാർക്ക്, വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. പക്ഷേ ഗ്രാമറിൻ്റെ ഏരിയ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സംഭവമാണ് എല്ലാ കുട്ടികളും എന്നോട് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാമർ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരു ഇഷ്യൂ ആയിട്ട് ചിലപ്പോൾ ഗ്രാമർ ആയിരിക്കും നിങ്ങളുടെ മുന്നിലുള്ള വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഇഷ്യൂവിന് നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് വേണം നമ്മളെ SLC എക്സാമിന്, SLCയുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സെറ്റ് ചെയ്യാൻ പറ്റണം. സോ ആ ഒരു ഇഷ്യൂ എല്ലാവരും തീർത്ത് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എഴുതിയിട്ടുള്ള ഡിസ്കോഴ്സിനായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഫസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതാനുണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുണ്ട്, അതിനുശേഷം അപ്രിസിയേഷൻ വരുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് ഫുൾ ഡിസ്കോഴ്സസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, പിന്നെ നമ്മളുടെ ഗ്രാമർ പോർഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, നിങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങൾ എഴുതിയ ഡിസ്കോഴ്സസിൻ്റെ മാർക്ക് മാത്രമായിരിക്കും നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകുന്നത്. ഞാൻ പറയുന്നത് 60 മാർക്ക് 50 മാർക്ക് റേഞ്ചിൽ കിട്ടിയ കുട്ടികളുടെ കാര്യമാണ്. ഓക്കെ, സോ നല്ല എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടായേക്കാം. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയ കുട്ടികളാണെങ്കിൽ അവർക്ക് 80-ൽ 80 എന്നുള്ള സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. 75 ഒരു 5 മാർക്ക് പോയി, അല്ലെങ്കിൽ ഒരു 4 മാർക്ക് പോയി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് എനിക്ക് 80-ൽ 75-ന് 5 മാർക്ക് ഇവിടെ പോയി? സോ അപ്പോൾ എല്ലാ കുട്ടികളോടും ഞാൻ കോമൺ ആയിട്ട് ചോദിച്ചപ്പോൾ, അത്യാവശ്യം സാർ മാർക്ക് ഉണ്ട് സാർ, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചൊരു മാർക്ക് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരുപാട് ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട് സാർ, ഞാൻ പഠിച്ചതുപോലെ തന്നെയാണ് എഴുതിയത്, പക്ഷേ ടീച്ചർ എനിക്ക് അതിന് മാർക്ക് തന്നില്ല സാർ. അങ്ങനെ മക്കളെ, നിങ്ങൾ എഴുതുന്ന ഒരു ടൈമിൽ പ്രത്യേകിച്ച് ഗ്രാമറിൻ്റെ പോർഷൻസിൽ ഹാവ്, ഹാസ് ഇതൊക്കെ നിങ്ങൾ ആകെ മിസ്ലീഡ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്, ആകെ മിസ്യൂസ് ആയിട്ട് എഴുതുന്നുണ്ട്. അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹാവ് യൂസ് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹാഡ്, വാസ്, ഈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എഡിറ്റിങ്ങിൽ പല മക്കൾക്കും എന്തുണ്ട്, മിസ്റ്റേക്സ് വരുന്നുണ്ട്, റിപ്പോർട്ട് സ്പീച്ചിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം തീർത്തുകൊണ്ട് നമുക്ക് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ A+ ലഭിക്കാൻ പറ്റും. A+ കിട്ടുമോ എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. A+ കിട്ടും, കാരണം നമ്മൾ പഠിച്ച ഡിസ്കോഴ്സ് സെറ്റാണ്, ആ ഡിസ്കോഴ്സിൻ്റെ മാർക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മുടെ മുമ്പിലുള്ളത് ആ ഒരു ഗ്രാമറാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, 40 മാർക്കിനാണ് ഡിസ്കോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരുപാട് ഡിസ്കോഴ്സസ് ഉണ്ട്, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഡിസ്കോഴ്സ്, ഡയറി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്കോഴ്സ് നമുക്ക് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടോട്ടൽ ഇംഗ്ലീഷിൻ്റെ ഒരു മാർക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് 20 മാർക്ക് നമ്മുടെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, അതായത് 2 പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഒരു കോളൊക്കെ തന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ ഒരു 15-20 മാർക്ക് ആ ഒരു ഏരിയ നിന്നുണ്ടാവും. 20 മാർക്ക് ഗ്രാമർ നിന്നുണ്ടാവും, 40 മാർക്ക് ഡിസ്കോഴ്സിൻ്റെ ഏരിയ നിന്നുണ്ടാവും. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു മാർക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 80 മാർക്സ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, ഈ ഒരു മാർക്കും നമുക്ക് സെറ്റാണ്. ചില കുട്ടികൾക്ക് ഈ പാരഗ്രാഫിൻ്റെ ഏരിയയിൽ നിന്ന് ചിലപ്പോൾ മാർക്ക് മിസ്സായിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നിന്നിട്ട് അത് 4 ആൻസർ തന്നിട്ട് A ആണോ, B ആണോ, C ആണോ, D ആണോ ആൻസർ എന്നുള്ളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നപ്പോൾ മിസ് അണ്ടർസ്റ്റുഡ് ആയ കുട്ടികളുണ്ടാവും. ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ എന്തായാലും ഞാൻ പറയുന്നത്, ഈ നഷ്ടപ്പെട്ട ഇവിടെ ഒരു 40 മാർക്കുണ്ട്, ചിലപ്പോൾ 40 മാർക്കിൽ 45 മാർക്ക് 50 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവും. സോ അവർക്ക് നഷ്ടപ്പെട്ടത് ഈ 2 ഏരിയകളായിരിക്കും. ഒരുവിധം കുട്ടികളൊക്കെ ഡിസ്കോഴ്സസിൻ്റെ ഏരിയ ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡിസ്കോഴ്സസിൻ്റെ ഏരിയ നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ, അത് വലിയൊരു ഏരിയ ആണ്. നിങ്ങൾ ആ ഏരിയ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാമറൊക്കെ മക്കൾ നിങ്ങൾ പുഷ്പം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റെടുക്കാൻ സാധിക്കും. നിങ്ങളത് പഠിച്ച് സെറ്റാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. നമുക്കൊരു ഡിസ്കോഴ്സ് ചെയ്തുമ്പോൾ 7 മാർക്കിൻ്റെ ഡിസ്കോഴ്സ് ആണെങ്കിൽ അത്യാവശ്യം 7 മാർക്കിനുണ്ടെങ്കിൽ 1.5 പുറകെ എഴുതണം. പക്ഷേ ഗ്രാമർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗ്രാമർ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് 5 യൂണിറ്റ് പഠിക്കാനുണ്ട്. സോ ഗ്രാമർ നിങ്ങൾ ഒരു കാര്യം വരികയാണെങ്കിൽ, ആ സിമ്പിളായിട്ട് ഒരു സാധനം, അതായത് ഗ്രാമർ A എന്ന് ഇത് എന്താണ് മാറ്റം, അപ്പോൾ വാസ് ആണെങ്കിൽ വാസ്, ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം 6 തെറ്റുകൾ ഉണ്ടാവും, ഒരു തെറ്റ് തിരുത്തിയാൽ 1/2 മാർക്ക് കിട്ടും. അങ്ങനെ എല്ലാ തെറ്റുകളും തിരുത്തിയാൽ നമുക്ക് 3 മാർക്കാണ് എഡിറ്റിംഗ് ഏരിയയിൽ നിന്ന് ഉണ്ടാവുക, അല്ലേ? ഇപ്പോൾ ആദ്യത്തെ പഴയ പാറ്റേൺ മാറ്റി പുതിയ പാറ്റേണിലുള്ള ഒരു സിസ്റ്റം അങ്ങനെയാണ്. സോ അപ്പോൾ നമ്മളെല്ലാവരും ഫോളോ ചെയ്ത് പഠിക്കേണ്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രാമർ. ഇനി നല്ലോണം ഗ്രാമറിൽ ഫോക്കസ്ഡ്
ആയിരിക്കുക. ഗ്രാമർ സാർ കാണാതെ പഠിച്ചാൽ ഗ്രാമർ സ്കോർ ചെയ്യാൻ പറ്റുമോ? കാണാതെ പഠിച്ചിട്ടല്ല നമ്മൾ ഗ്രാമർ പഠിക്കേണ്ടത്. ഗ്രാമർ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് പഠിക്കണം? ഗ്രാമർ പഠിക്കണം. പല മക്കളും പറയാറുണ്ട്, സാർ റിപ്പോർട്ട് സ്പീച്ച് ആണ് റിസ്ക്, സാർ എഡിറ്റിംഗ് ആണ് റിസ്ക്, സാർ കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ് റിസ്ക്. ഏതൊക്കെ റിസ്ക് ആയാലും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഗ്രാമറുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വീഡിയോസ് എന്ത് ചെയ്യും സാർ അപ്കമിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ സാർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ കാണണം. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കൾക്ക് ഈ വരുന്ന SSLC എക്സാമിനാവട്ടെ, മോഡൽ എക്സാമിനാവട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിങ്ങൾക്ക് A+ കിട്ടാനുള്ള വഴിയുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ കൂടെ യാസാർ ഉണ്ട്, MS സൊല്യൂഷൻ ഉണ്ട്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ മക്കളെ? അപ്പോൾ എല്ലാവരും നമ്മുടെ ഗ്രാമറിൽ ഫോക്കസ്ഡ് ആയിട്ട് ഈ വരുന്ന മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ SLC പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് ഗ്രാമറിൽ ഫോക്കസ് ചെയ്ത്, ഏറ്റവും കൂടുതൽ ഗ്രാമറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതുപോലെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.